ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ എന്താ പറയുക, വീഡിയോയ്ക്കെല്ലാം ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല ഇപ്പം നമ്മളെല്ലാവരും ഉള്ളത്. എല്ലാവർക്കും അറിയാം, എല്ലാവിടെയും എന്താ പറയുക, മഴക്കാലത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിച്ചത് നമ്മുടെ വയനാട് ജില്ലയിലാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവർ എന്താ പറയുക, അത്രയ്ക്ക് പ്രതീക്ഷിക്കാതുള്ള ഒരു സംഭവങ്ങളായിരുന്നു ഒരു 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും 2018 പ്രളയത്തെ നമ്മൾ എങ്ങനെയാണോ എല്ലാവരും ഒരുമിച്ച് നേരിട്ടത്, അതുപോലെ തന്നെ എല്ലാവരും ചേർന്നിട്ട് നമുക്ക് ഈ ഒരു അവസ്ഥയും എന്താ പറയുക ഒരുമിച്ച് നേരിടണം. നമ്മളെല്ലാവരും എന്താ പറയുക ഇതൊക്കെ നേരിടും ഇൻഷാ അള്ളാ. ഒരുപാട് സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വയനാട്ടിലത്തെ സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ കയറിയവർക്കൊക്കെ നമുക്കിപ്പോൾ എന്താ പറയുക അല്ലേ, അവർ മാറി താമസിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഭാഗങ്ങളിലും കുറേ വെള്ളം കയറിയിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ട് വരെയൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്താ പറയുക, ഇതൊന്ന് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ചെറിയ ചെറിയ രീതികളിലുള്ള സംഭവങ്ങളാണ്. ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ ആ വയനാട്ടില് ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട് എന്നൊക്കെ നമ്മൾ ന്യൂസുകളിലൂടെ അറിയുന്നുണ്ട്. അപ്പൊ എല്ലാവരും നമ്മൾ എന്താ പറയുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. സ്കൂളും കാര്യങ്ങളൊക്കെ ലീവും കാര്യങ്ങളൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിലും കളക്ടർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെയൊക്കെ ഒരു നല്ല സേഫായിട്ട്, ഇനിയിപ്പോൾ സ്കൂളില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളം കാണാനും അത് സംഭവങ്ങൾക്കൊന്നും പോവാതെ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അതെ അതെ, നമ്മൾക്ക് എന്താ പറയുക, എല്ലാവരും അവരവരുടെ കയ്യിലുള്ളത് പോലെയൊക്കെ നമുക്ക് എന്താ പറയുക എല്ലാവർക്കും ഒത്തൊരുമിച്ചിട്ട് എല്ലാവരെയും സഹായിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തിട്ട് ഈ ഒരു അതിജീവിക്കും. നമ്മൾ കേരളത്തിലുള്ളവർ എല്ലാ പ്രതിസന്ധികളും ഒരുമിച്ച് നേരിട്ട് അതിജീവിച്ചവരാണ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയും ഇൻഷാ അള്ളാ നമ്മൾ അതിജീവിക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. നമുക്ക് എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ടേക്ക് കെയർ.